ഹലോ കൂട്ടുകാരെ, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് ടോപ്പിക്ക് വന്നിട്ട് DM ആൻഡ് DF, അതായത് രണ്ട് കൗണ്ടർ പാർട്സിൻ്റെയും ഹയർ സെൽഫ് ഒന്നാണോ എന്ന്. ആക്ച്വലി ഇന്ന് ഇതേ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ആൾ ചോദിച്ച ഒരു ചോദ്യമാണ്, ഒരു ഡൗട്ടാണ്. അതേപോലെ ഈ ഒരു ഡൗട്ട് പലപ്പോഴും ട്വിൻ ഫ്ലെയിംസിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്ന് വെച്ചു. എല്ലാവർക്കും അറിയാം, ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു സോളിൻ്റെ ഇൻകാർണേഷൻ രണ്ട് ബോഡീസിൽ വന്നിരിക്കുന്നത്. അതായത് സോളിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഒന്നായിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് പൊളാരിറ്റീസ് ആയിരിക്കും. അപ്പോൾ ഹയർ സെൽഫ് ഒന്നാണോ എന്നുള്ള ചോദ്യത്തിന് ഈ രണ്ട് ബോഡീസിലുള്ള സോളിന് രണ്ട് ഹയർ സെൽഫ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പായിട്ട് ഹയർ സെൽഫ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പം കോഡ് കട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു സോളിൻ്റെ ഹയർ സെൽഫിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്ന് ആ ഒരു വിഷ്വൽ കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫീൽ കിട്ടാറുണ്ട്. അവരുടെ സോളിൻ്റെ ഒരു എസൻസ്, ഫ്രാഗ്നൻസ് എന്നൊക്കെ പറയാം നമുക്ക്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മളുടെ മുമ്പിൽ സോൾ ലെവലിൽ, അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ട്വിൻ ഫ്ലെയിംസ് മാത്രമല്ല, ഇൻകാർണേറ്റ് ചെയ്യപ്പെടുന്ന ഓരോ സോളിൻ്റെയും ഹയർ സെൽഫ് ആ ഒരു യൂണിവേഴ്സൽ എനർജിയിൽ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജീൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു പരമാത്മാവിൻ്റെ അടുത്താണ്. അതായത് ഒരു സോൾ ഇൻകാർണേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു 100% അത് ആ ഒരു ബർത്തിലേക്ക് വരുന്നില്ല. അതിൻ്റെ ഒരു ഭാഗം, അതായത് ഒരു 20 തൊട്ട് 30% പരമാത്മാവിൻ്റെ അടുത്താണ്. ഓക്കെ, അതാണ് നമ്മുടെ ഡിവിനിറ്റി എന്ന് പറയുന്നത്, നമ്മളുടെ ദൈവികത എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സോളും ചെയ്യുന്ന കർമ്മങ്ങളുടെ അനുസരിച്ച് ആ സോളിൻ്റെ പ്രകാശം അല്ലെങ്കിൽ ഡിവിനിറ്റി അത് കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഏത് റെലാമിൽ അല്ലെങ്കിൽ 1Dയിലാണോ, ഏത് ഡയമെൻഷനിലാണ് 1D 2D 3D എന്നൊക്കെ പറയുന്നത്. അതായത് ആ ഒരു തോട്ട് പാറ്റേണിൻ്റെ അനുസരിച്ച്, ആ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ അനുസരിച്ച്. അപ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ആവുന്നതിൻ്റെ അനുസരിച്ച് നമ്മളുടെ ഹയർ സെൽഫും അത്രയും ബ്രൈറ്റ് ആവുകയാണ്. അതുകൊണ്ടാണ് സ്പിരിച്വലി അവേക്കൻഡ് ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ അവേക്കനിങ്ങിൻ്റെ ഒട്ടുമുക്കാൽ ഭാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്തവരെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓറ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളുടെ. അത് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഹീൽഡൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു ആൾക്കൂട്ടത്തിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളെ അട്രാക്റ്റ് ചെയ്യപ്പെടും. നമ്മൾ പെട്ടെന്ന് എല്ലാവരും ഒന്ന് തിരിഞ്ഞു നോക്കും, ഇതാരാ വന്നിരിക്കുന്നത്. അത് ആ ഒരു ആക്ച്വലി നമ്മളെ ഇങ്ങനെ കാണാനുണ്ട്, അതൊന്നുമല്ല. ബിയോണ്ട് ദാറ്റ് നമ്മുടെ ആ ഒരു എനർജറ്റിക് ഫീൽഡിൻ്റെ സ്ട്രോങ്നെസ്. പക്ഷേ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഹയർ സെൽഫിലുള്ള ഒരു സോളിൻ്റെ എസൻസ് ആണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് വരികയാണ്. DM ആൻഡ് DFൻ്റെ ഹയർ സെൽഫ് സെപ്പറേറ്റഡ് ആണോ സെയിം ആണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സെപ്പറേറ്റഡ് ആണ്. അതെന്തുകൊണ്ടാണെന്നും പറഞ്ഞുതരാം. ഒരേ സോളാണെങ്കിലും നമ്മൾ എടുക്കുന്നത് ജന്മങ്ങൾ, അതായത് ആ ഒരു ഇൻകാർണേഷൻ എന്ന് പറയുന്നത് രണ്ട് ബോഡീസിലാണ്, രണ്ട് സമയത്താണ്, അല്ലേ? ട്വിൻസ് ആണെങ്കിൽ പോലും ഒരേ സമയത്ത് ജനിക്കുന്നില്ല. അതായത് ബർത്ത്ഡേസ് സെയിം ഡേറ്റ് ആണെങ്കിൽ പോലും ഇയേഴ്സ് മാറാം നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ പല വ്യത്യാസങ്ങൾ കാണും. സിമിലർ പാത്തായിരിക്കും, സെയിം ആയിരിക്കില്ല, അല്ലേ? എന്ന് വെച്ചാൽ ആ രണ്ട് ബോഡീസിലുള്ള സെയിം സോളിൻ്റെ കർമാസും സിമിലർ ആയിരിക്കും, സെയിം അല്ലായിരിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഫെമിനൈൻ എനർജി ആദ്യം കർമ്മ ക്ലിയർ ചെയ്തിട്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ജേർണിയിലും മസ്കുലൈൻ എനർജി, അതായത് രണ്ടാമത് അവേകനാവുന്ന ട്വിൻ, മാട്രിക്സ് ട്വിൻ എന്നൊക്കെ പറയും നമ്മൾ, അവരുടെ ആ ഒരു ജേർണി മൊത്തം കാർമിക്സിൻ്റെ ത്രൂ ആണ്. അതായത് കാർമിക്സിനെ ഹാൻഡിൽ ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ജേർണി ഒട്ടുമുക്കാൽ ഭാഗം, ഒരു 90% ഒരു എന്താ പറയുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹയർ സെൽഫ് സെപ്പറേറ്റ് ആയതുകൊണ്ട് ആ ഓരോ ബോഡിയിലുള്ള ഒരു സോളിൻ്റെ ആണെങ്കിൽ പോലും ഡിവിനിറ്റി കൂടുകയും കുറയുകയും ചെയ്യും. സ്പിരിച്വാലിറ്റിയിലേക്ക് DF കൂടുതലായിട്ട്
വരുമ്പോഴാണല്ലോ അപ്പോൾ ഈ ഡി എഫിൻ്റെ ഭാഗത്തുള്ള ഹയർ സെൽഫ് കൂടുതൽ ബ്രൈറ്റ്നെസ് കാണിക്കും, ദൈവികതയിലേക്ക് വരും, ഡിവിനിറ്റിയിലേക്ക് വരും. ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഹീലിംഗ് പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 80 to 85% ഈ പറയുന്ന ഫെമിനൈൻ എനർജി അവേക്കൻഡായി കഴിയുമ്പോൾ മാത്രമേ മസ്കുലൈൻ എനർജി അവേക്കനിങ്ങിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഹയർ സെൽഫ് ഓൾറെഡി ഒരു കുറഞ്ഞ ലൈറ്റിൽ നിൽക്കുകയായിരിക്കും. അവരെന്നാണോ ഈ അവേക്കനിങ്ങിലെ ഫേസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് വരുന്നത്, കാർമിക്സിനെ ക്ലിയർ ചെയ്തുകൊണ്ട് ആ ഒരു ഡിവിനിറ്റിയിലേക്ക് വരുന്നത്, അവരുടെ ആ ഡിവൈൻ പവറിലേക്ക് വരുന്നത്, അന്ന് ആ ഒരു ഹയർ സെൽഫും ബ്രൈറ്റായി നിൽക്കും, അല്ലെങ്കിൽ ബ്രൈറ്റായി കഴിഞ്ഞിരിക്കും. അപ്പോൾ ഫെമിനൈൻ എനർജി ഈ ഒരു ജേർണിയിൽ ഏകദേശം ഫൈനൽ സ്റ്റേജിൽ വരുമ്പോൾ സോൾ മെർജിങ് നടക്കാറുണ്ട്. ഫെമിനൈൻ എനർജിയിലുള്ളവർക്കൊക്കെ അറിയാം, അത് നന്നായിട്ടൊരു പല ഇംബാലൻസുകൾ വരാം. ആ സമയത്ത് ഒരു എന്താ പറയുന്നത്, ഒരു കുറച്ചൊന്ന് ടഫർ ഫേസ് ആയിരിക്കും. ഈ സോൾ മേർജിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഹയർ സെൽഫിൻ്റെ മേർജിങ് ആണ്. ഇത് മേർജ് ആയി കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു 3Dയിൽ യൂണിയൻ, അതായത് 5Dയിൽ നമ്മൾ ആസ് എ ഫെമിനൈൻ എനർജി നമ്മളുടെ ടാസ്ക് വന്നിട്ട് ഈ ഹയർ സെൽഫിനെ മേർജ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ 5Dയിൽ നടന്ന മേർജിങ്ങിനെ ഗ്രൗണ്ട് ചെയ്യാനായിട്ട് DM ഒരു 3D യൂണിയനുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷനിലേക്ക് വന്ന് ഈ ജേർണി എന്താണെന്നും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും എന്തുകൊണ്ടാണ് നമ്മൾ ഇൻകാർണേറ്റ് ചെയ്യപ്പെട്ടതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഫെമിനൈൻ എനർജിയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ഒരു എന്താ പറയുന്നത് യൂണിയനിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ചോദ്യത്തിനുള്ള ഉത്തരം തന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതല്ലാതെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ട്. കൊച്ചിയിൽ വെച്ചിട്ട് ഡയറക്റ്റ് ഹീലിംഗ് സെഷൻ ഡിസംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റ് വീക്കിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓൾറെഡി ജോയിൻ ആയവർക്ക് റെസ്പോൺസ് തന്നതിന് താങ്ക് യു. അപ്പോൾ ഈ ഒരു ഹീലിംഗ് എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ലൈവിലും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ട് ചെയ്ത് ഇന്നർ ചൈൽഡിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്നുള്ള ടൂൾസ്, അതായത് ഒരു മെഡിറ്റേഷൻ, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം അവിടെ ചെയ്യിപ്പിക്കണം, പ്ലസ് സെൽഫ് ലവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. ഇതായിരിക്കും ഒരു 1 ഡേ ഹീലിങ്ങിൻ്റെ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. അത് ഡയറക്റ്റാണ്. ഇതിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവർ, അതായത് ഓഫ്ലൈൻ ആയിരിക്കും, ഡയറക്റ്റ് വന്നാൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ എനിക്ക് ഡയറക്റ്റായിട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽസ് തരുന്നതാണ്. ഇതല്ലാതെ നവംബർ 23 തൊട്ട് 27 വരെ ഇന്നർ ചൈൽഡ് ഹീലർ ആവാനായിട്ടുള്ള ഒരു സർട്ടിഫൈഡ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹീലേഴ്സ്, ഹീലിങ്ങിൽ ഉള്ളവർ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, അവർക്ക് ഒരു സയൻറ്റിഫിക് ആയിട്ട് ഒരു അപ്രോച്ചോടെ ഇതിനെ എങ്ങനെ ഹീൽ ചെയ്യാം, ഹീലിംഗ് സെഷൻസ് ഒക്കെ എങ്ങനെ എടുക്കാം എന്നുള്ളത് തിയറി അടക്കം റെക്കോർഡഡ് ക്ലാസ്സിൽ തരുന്നതാണ്. ക്ലാസ്സസ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. രണ്ടാമത്തേത് റേക്കിയുടെ ഫസ്റ്റ് ലെവൽ വന്നിട്ട് 18 നവംബർ തൊട്ട് ഒരു 5 ദിവസത്തെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ആകാശിക് റെക്കോർഡ് റീഡിങ്. പലരും ചോദിക്കുന്നുണ്ട് അടുത്ത ക്ലാസ് എപ്പോഴാണെന്ന്. അത് അടുത്ത ക്ലാസ് വന്നിട്ട് ഡിസംബർ 16 തൊട്ട് തുടങ്ങുകയാണ്. ഫസ്റ്റ് ലെവൽ 1 മാസത്തെ ക്ലാസ് ആയിരിക്കും. ആൻഡ് 3rd and 4th ലെവല് നവംബർ 28 തൊട്ട് ഡിസംബർ 7 വരെ ക്ലാസ്സസ് കാണും. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഒരു ഡയറക്റ്റ് ഹീലിംഗ് സെഷൻസിൻ്റെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എവിടെയും കൊടുത്തിട്ടില്ല. കാരണം അത് ഡയറക്റ്റായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ബന്ധപ്പെടുക. എന്തുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നതെന്ന് പറഞ്ഞാൽ, പലരും കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്ന കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നില്ല എന്നൊക്കെ പറയുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ ആരെങ്കിലും ഈ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്ങിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്ക് ഒക്കെ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.
ഓം നമഃ ശിവായ.